Wow! Hi friends, I am Divya Brindo. ഇന്ന് നമ്മൾ ഭയങ്കരமான വലിയൊരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. കുറേ പെട്ടികൾ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായിട്ട് ഇതിനകത്തെന്തോ ഭയങ്കര കനമുണ്ടല്ലോ. എന്താണേലും എന്നൊക്കെ ഓർഡർ ചെയ്തതെന്ന് ഞാൻ വരെ മറന്നുപോയി. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈ കനമുള്ള പെട്ടി തന്നെ നമുക്ക് ഓപ്പൺ ആക്കാട്ടെ. ഇത് ആമസോണിൽ നിന്ന് വന്ന പെട്ടിയാണ്. കുറേ നാളായതാട്ടോ ഓർഡർ ചെയ്തിട്ട്. എന്താണോ ഡിലേ ആയത്, അതുകൊണ്ട് എന്തൊക്കെയാണെന്ന് എനിക്ക് പോലും ഒരു ഓർമ്മയില്ല കേട്ടോ എന്തൊക്കെയാണ്. നമുക്ക് എന്താണ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഭയങ്കര എന്താ വിലയുള്ള സാധനമാണെന്ന് തോന്നുന്നു. ഇത്രയും പാക്കിംഗ് ഒക്കെ നല്ല അവശ്യ സാധനങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഞാൻ ഈയിടെയായിട്ട് അനാവശ്യമായിട്ട് ഒന്നും വാങ്ങാറില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഇങ്ങനെ ചിന്തിക്കും 2-3 വട്ടം എന്തൊക്കെയാണ് വാങ്ങാനുള്ളത്. ഇപ്പം എനിക്ക് ഓർമ്മ വന്നു, തേപ്പ് പെട്ടിയാണ് കേട്ടോ. ഇനി കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ആരും എന്നെ കളിയാക്കണ്ട. ഇത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമായിരുന്നു. ഒരെണ്ണം ഞാൻ ഒരു വർക്കിന് ബ്രൈഡൽ വർക്കിന് പോയപ്പോൾ മിസ്സായിട്ടോ. അപ്പോൾ ഞാൻ പകരം വാങ്ങിയതാണ്. ഉഷയുടെ അയൺ ബോക്സ് ആണ്. ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. 1990 ആണ് കേട്ടോ ഇതിൻ്റെ റുപ്പീസ്. മലയാളത്തിൽ പറഞ്ഞ മൊത്തം തെറ്റ്. ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ എന്തോ പറഞ്ഞിട്ട് തെറ്റിപ്പോയിന്ന് കുറേ കമൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1.75 കിലോഗ്രാം ഹെവി വെയിറ്റ് ഉള്ള ഒരു അയൺ ബോക്സ് ആണ്. നന്നായിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും നമുക്ക്. അതുപോലെ ഓവർ ഹീറ്റ് സേഫ്റ്റി, ഷട്ട് ഓഫ്. ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഷട്ട് ഓഫ് ചെയ്യും ഓട്ടോമാറ്റിക്കലി. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ ഇതിന്. പിന്നെ എക്സ്ട്രാ ലോങ് കോഡ് ഫോർ ബെറ്റർ റീച്ച്. നല്ല നീളമുള്ള ലെങ്ത്തിലുള്ള ഇതുണ്ട്, വയറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈസി അയണിങ് അണ്ടർ ബട്ടൺസ്. അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളല്ല. എനിക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എനിക്ക് എൻ്റെ ഉപയോഗം നടന്നാൽ മതി കേട്ടോ. അപ്പോൾ എന്താണ്, നമുക്ക് തേപ്പ് വെട്ടി കാണണ്ടേ. എൻ്റെ പൊന്നെ, ഒമ്പോ ഹെവി സാധനം കേട്ടോ. നമ്മൾ ഉഷയുടെ സ്റ്റിച്ചിങ് മെഷീൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉഷയുടെ അയൺ ബോക്സ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഒരു അയൺ ബോക്സ് വാങ്ങാനായിട്ട് കടയിൽ പോകാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ ആമസോണിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടാണ്. നല്ല ഹെവി സാധനമാണ് കേട്ടോ. അപ്പോൾ സാരി ഡ്രേപ്പിങ്ങിനൊക്കെ എനിക്ക് നല്ലൊരു അയൺ ബോക്സ് വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വാങ്ങിയതാണ്. അപ്പോൾ എനിക്കിഷ്ടമായി കേട്ടോ. നല്ലൊരു ക്വാളിറ്റിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു കനമൊക്കെ ഉണ്ട്. അപ്പം നല്ല അയൺ ബോക്സ് ആണ്. ഇത് യൂസും കൂടെ ചെയ്ത് നോക്കിയിട്ട് ബാക്കി പറയാം. ഏത് ഇതോ? അയ്യോ, ഇതിന് ഡാമേജ്. അപ്പോൾ ഇത് റിട്ടേൺ വിടുവാണ് കേട്ടോ ഗൈസ്. ഞാൻ ഒത്തിരി ആശിച്ച് മേടിച്ചതാണ്. ഡാമേജ് വന്നു. ഇഷ്ടമുണ്ടല്ലോ ഇങ്ങനെയൊക്കെ കിട്ടുന്നത്. ഇതെടുത്ത് എറിഞ്ഞതോ മറ്റോ ആയിരിക്കാം. അപ്പം നമ്മുടെ മൂഡ് പോയി, അൺബോക്സിങ്ങിനുള്ള മൂഡ് പോയിട്ടോ. ഇനിയിപ്പോൾ ഇത് തുറക്കണോ? ഇത് എന്തുകൊണ്ടാണ് ഞാൻ മറന്നുകൂടെ പോയി. എന്താണെങ്കിൽ നമ്മൾ വാങ്ങിയതല്ലേ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ. ഇതൊരു ക്രൗഡാണ്. ഇത് കണ്ടോ, കുഞ്ഞു പിള്ളേരെക്കാളും കഷ്ടമാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് നമുക്കൊരു ഫോട്ടോഷൂട്ട് പർപ്പസിന് വേണ്ടിയിട്ട് വാങ്ങിയിരിക്കുന്നതാണ്. ഇത് കണ്ടോ, പക്ഷെ ഇത് റിവീൽ ചെയ്യണ്ടായിരുന്നു. നൈസായിട്ടല്ലേ. ഇനി ഇതെന്ത് കുന്താന്നുള്ളത് ഞാൻ മറന്നു കേട്ടോ. എന്തോ കണിമിണിയാണ് ഇത് കൊണ്ട്. എന്താണെന്നറിയാൻ ആകാംക്ഷ തോന്നില്ലേ? വാവ്, കോഴിപ്പപ്പാണ്. വീണ്ടും ദേ കോഴിപ്പപ്പ് കണ്ടോ. ഇത് അടിപൊളിയായിട്ടല്ലേ. പക്ഷെ ഇത്രയും ലെങ്ത് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഫോട്ടോയിൽ കണ്ടപ്പോൾ. ഒമ്പോ കൊള്ളാം. ഏതോ നല്ല കോഴിയുടെ അങ്കവാല് പറിച്ചെടുത്ത് തോന്നുന്നു. പക്ഷെ നമുക്ക് ഇത് ഇവിടെ ഒന്നും കിട്ടത്തില്ല കേട്ടോ കളക്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഇത് ഞാൻ ആമസോണിൽ നിന്ന് നോക്കി. അപ്പോൾ ഇന്നത്തെ അൺബോക്സിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.